ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകളായി ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ കൂടുതൽ ഒരു മെൻ്റലി സ്ട്രെസ്ഡ് ആയിരുന്നു. നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒന്ന് ലൈഫ് സ്റ്റക്കായ പോലത്തെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ടോ. അപ്പോൾ നമുക്ക് ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ള കുറച്ചും കൂടി ഒന്ന് പീസ്ഫുള്ളായിട്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഇവിടെ വന്ന് നമുക്ക് ഒരു മെൻ്റലി ഒരു പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തൊട്ട് നമുക്ക് ലൈഫൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാം, വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാനൊരു 6 മണിക്ക് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാനൊരു 8 മണിയൊക്കെ വരെ കിടന്നുറങ്ങുന്ന ആളാണ്. ഉറക്കം എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ഒരു കാര്യവും ഞാൻ ലൈഫിൽ ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു 1 വീക്ക് ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിമ്മിൽ ഇപ്പോഴും പോകുന്നുണ്ട്. അപ്പോൾ ജിമ്മിൽ പോയിട്ട് എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റമാണ് എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നു എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നൈറ്റ് നേരത്തെ ഉറങ്ങാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്തു. കാരണം എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ലാത്തൊരു ശീലമായിരുന്നു. പക്ഷേ ജിമ്മിൽ പോയി കഴിയുമ്പോൾ നമ്മളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് എന്താ അറിയില്ല, നമുക്കൊരു പ്രത്യേക ഒരു എനർജിയും ഒരു പ്രത്യേക ഒരു ഫീലൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 6 മണിക്ക് തന്നെ എണീറ്റും നമ്മുടെ വീടിന് ചുറ്റുമുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളും എല്ലാം കാണാൻ പറ്റും. അപ്പോൾ അതാ അങ്ങനെ നമ്മളൊരു കുഞ്ഞ് മോർണിംഗ് വാക്കിന് പോയതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ജിമ്മിൽ പോകുന്നതുകൊണ്ട് നമ്മൾ ഹെവി ആയിട്ടൊന്നും നടക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ വീടിന് ചുറ്റുമുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റും ഇതുപോലെ ഫുൾ മഞ്ഞാണ്. റബ്ബർ തോട്ടമായതുകൊണ്ട് മഞ്ഞൊക്കെ വരുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. മഞ്ഞ് പെയ്യുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ മോർണിംഗ് എണീറ്റ് വരുന്നത് തന്നെ ഈ ഒരു ചീവീടുകളുടെയൊക്കെ സൗണ്ട് കേട്ടുകൊണ്ടാണ്. അപ്പോൾ വീഡിയോയിലും ആ ഒരു സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീടിന് താഴെ തന്നെ ഒരു പാടമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഫുൾ മഞ്ഞ് മൂടി കിടക്കുവാണ്, രാവിലെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അതും കാണാം, ഒരു ചെറിയ വോക്കും ആവുമല്ലോ. അങ്ങനെ നമ്മളിതാ പാടത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല ഭംഗിയാണ്, ഇത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ രാവിലെ ഈ ഫോണൊക്കെ നോക്കിയിരിക്കുന്നതിനേക്കാളും വളരെ നമുക്ക് ഒരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് ഇതാ ഇതുപോലത്തെ പ്രകൃതിയിൽ തന്നെയുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സൺറൈസും അതുപോലെ ഈ ഒരു മഞ്ഞ് വരുന്നത് എല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാനൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഫോൺ സ്ക്രോൾ ചെയ്ത് എൻ്റെ കുറേ ടൈം പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഫോൺ യൂസ് ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജിമ്മിൽ പോയതിന് ശേഷമുള്ളൊരു മാറ്റാട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 വർഷത്തോളമായി ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വന്നിട്ട്. കാരണം കല്യാണത്തിന് ശേഷം പിന്നെ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഏതെങ്കിലും ഒരു വീക്കെൻഡ്സിലായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാമായിട്ടായിരിക്കും നമ്മൾ വരുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് പോകും. നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് നിൽക്കൽ കുറവായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് വീട്ടിൽ ഒന്ന് കംഫർട്ടായിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് റിലാക്സ് ചെയ്ത് കുറച്ച് ദിവസം നിൽക്കാൻ പറ്റുന്നതും അതുപോലെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞാനിങ്ങനെ കുറച്ച് മെൻ്റലി ഡൗൺ ആയ ടൈമിൽ ശ്യാമാണ് പറഞ്ഞത് വീട്ടിൽ പോയി എന്നാൽ കുറച്ചും കൂടി ഹാപ്പി ആവും. ആ ഒരു ട്രിവാൻഡ്രത്തിലെ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതം, ആ ഒരു കോട്ടേഴ്സ് ലൈഫിൽ നിന്നൊക്കെ മാറി കുറച്ച് വീട്ടിൽ പോയിട്ട് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്തിട്ട് വാ എന്ന് പറഞ്ഞ് ശ്യാം തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ആൾ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടുതൽ കംഫർട്ടാക്കാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വീട്ടിൽ വന്ന് അതാ മോർണിംഗ് കാഴ്ചകളൊക്കെ കണ്ടതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എറണാകുളം ജില്ല തന്നെയാണോ? കാരണം എറണാകുളത്ത് ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ? ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ്, പട്ടിക്കാടാണ് എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേരൊക്കെ പറയാറുണ്ട്. അപ്പോൾ എറണാകുളത്ത് തന്നെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ശരിക്കും ഒരു ഗ്രാമം പ്രദേശമാണ്. അപ്പോൾ ഇവിടെ ഫുൾ പാടവും പച്ചപ്പും അങ്ങനത്തെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള, അധികം ഒച്ചപ്പാടോ ബഹളങ്ങളോ അങ്ങനെയൊക്കെ ഒന്നുമില്ലാത്ത വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വളർന്നിട്ട് പെട്ടെന്ന് എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഒരു കോട്ടേഴ്സ് ലൈഫ് ആദ്യം എനിക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ ആ ഒരു ലൈഫായിട്ട് നമ്മൾ
കൂടുതൽ ബ്ലെൻഡായത്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ രണ്ടും എനിക്ക് ഈക്വലി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഇതുപോലത്തെ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ദാ ഇവിടെ കുറേ ആമ്പലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആമ്പലിലൊക്കെ പൂവായി വരുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് ഞാൻ വരാറേ ഇല്ല, കുറേ നാളായി വന്നിട്ട്. അപ്പോൾ അമ്മു ഇങ്ങോട്ട് വന്നിട്ടില്ല. അമ്മു ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു പാടത്തേക്കൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ സൺറൈസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ തിരിച്ച് പോയപ്പോൾ ഇവിടുത്തെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി ഊഞ്ഞാലൊക്കെ ആടണമെന്ന്. അപ്പോൾ ഞങ്ങളെക്കാളും ക്യൂരിയോസിറ്റി അച്ഛനാണ്. അച്ഛൻ ഞങ്ങളെക്കാളും കഷ്ടമാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെ ഊഞ്ഞാലാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ കുറച്ച് നേരം ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ഇത്ര ബ്യൂട്ടിഫുൾ ആണോ എന്ന് വരെ തോന്നിപ്പോയി. നമ്മൾ കിടന്ന് ഉറങ്ങുന്ന കുറേ ടൈമാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഒപ്പം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഒരു ഹാപ്പിനെസ്സാണ്, കുറച്ച് റിലാക്സ്ഡ് ആണ്, ഒരു റിഫ്രഷ്ഡ് ആയ പോലത്തേക്കൊരു ഫീല് തോന്നും. അപ്പോൾ നല്ലൊരു എനർജിയും എല്ലാം തോന്നുന്ന ഒരു മോർണിംഗ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മോർണിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്കുള്ള ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ ഫുള്ള് റബ്ബർ തോട്ടമാണ്. റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഫുൾ മഞ്ഞ് മൂടി കിടന്നിട്ട് ആ ഒരു സൂര്യൻ്റെ ആ ഒരു ലൈറ്റ് വരുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ജിമ്മിൽ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നതിന് മുന്നേ ലൈറ്റായിട്ട് ഒരു ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മെയിൻലി ഞങ്ങളെപ്പോഴും ഏത്തപ്പഴം പുഴുങ്ങിയതും എഗ്ഗും കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് ടീ, ഷുഗർ ഇടാതെ. ഷുഗർ കട്ട് ചെയ്തിട്ട് ഇപ്പം ഞാൻ 3 ദിവസം ഷുഗർ കട്ടാട്ടോ. അപ്പോൾ അതും നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനേക്കാളും ഉപരി നമുക്ക് കുറച്ചും കൂടി ഒരു മൈൻഡ് റിലാക്സ് ആവാനും കുറച്ചും കൂടി ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്യാനൊക്കെ ജിമ്മും വർക്കൗട്ട്സും എല്ലാം നല്ലത് തന്നെയാണ്. അങ്ങനെ മോർണിംഗ് പേപ്പറൊക്കെ വന്ന് അച്ഛൻ പേപ്പറൊക്കെ വായിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ നല്ലൊരു ബ്യൂട്ടിഫുൾ ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് പരിപാടികൾ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പേപ്പറൊക്കെ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ പേപ്പറൊക്കെ വായിച്ച് പിന്നെ അമ്മ നടക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ അപ്പോഴേക്കും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ വർക്കൗട്ടിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഏത്തപ്പഴവും എഗ്ഗും കഴിച്ചിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. അപ്പോൾ അത് കഴിച്ച് അപ്പോൾ ഏകദേശം 1 വീക്ക് ആയിട്ടുള്ളൂ നമ്മൾ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു മന്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 2 ലിറ്റർ വെള്ളവും നമ്മൾ ഈ ഒരു ഡേ ഫുള്ളായിട്ട് കുടിച്ച് തീർക്കും കേട്ടോ. അപ്പോൾ നമ്മളതും സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളൊന്ന് റിലാക്സ് ചെയ്ത് അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് നാളായിട്ടുള്ള എൻ്റെ ഒരു ഹോബിയല്ല, എൻ്റെ ഒരു എന്താ പറയുക, ഞാനിങ്ങനെ എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്ലാനിങ്ങും അതുപോലെ എൻ്റെ ലക്ഷ്യങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ ഒരു ഡയറിയിൽ എല്ലാ ദിവസവും എഴുതി വെക്കും. അപ്പോൾ അതിലെന്തൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ള രീതിയിൽ ഞാനത് ട്രാക്ക് ചെയ്യാറുമുണ്ട്. ഈ ഒരു യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നേരത്തെ തൊട്ട് എഴുതി വെക്കുമായിരുന്നു. പക്ഷേ അതിലൊന്നും എല്ലാം കറക്റ്റാക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് ശേഷം ശ്യാമിനെ വിളിച്ച് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം നമ്മൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ ഒരു ഫേവറേറ്റാണ്. കുറേ നാളുകളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഈ ഒരു ലിപ് ബാം ഇട്ടിട്ടാണ് നമ്മൾ വർക്കൗട്ടിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ഒരു ഫീല് തോന്നാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. കാരണം ഇത് യൂസ് ചെയ്താലും വലിയ ഗുണമൊന്നുമില്ല, കാരണം എല്ലാം വേർത്തൊലിച്ച് പോവും. അങ്ങനെ ജിമ്മിലൊക്കെ പോയി ആകെ ടയേർഡായി. കാരണം കുറേ നാളുകളായിട്ട് ജോലിയൊന്നും ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തപ്പോൾ നമ്മുടെ ബോഡിയിൽ അത് നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തു. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് ഇത്രയേ ഉള്ളൂ.